തിഹാർ ജയിലിൽ തടവുകാരിലെ ഇരു ചേരികൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ 2 പേർ കൊല്ലപ്പെട്ടു. സംഘർഷത്തിൽ ഒരു ജയിൽ ഉദ്യോഗസ്ഥനും നിരവധി തടവുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. തിഹാർ ജയിൽ തടവുകാരിലെ ഇരുചേരികൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെയാണ് 2 പേർ കൊല്ലപ്പെട്ടത്. തടവുകാരനായ അനിൽ, ഈശ്വർ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സംഘർഷത്തിൽ ഒരു ജയിൽ ഉദ്യോഗസ്ഥനും നിരവധി തടവുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഡെപ്യൂട്ടി ജയിൽ സൂപ്രണ്ട് വിനയ് താക്കർക്കാണ് ആക്രമണത്തിനിടെ പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് തടവ് പുള്ളികൾ ഏറ്റുമുട്ടിയത്. തിഹാറിലെ അതീവ സുരക്ഷയുള്ള ജയിലൊന്നിൽ ഈശ്വറിനെ ആരോഗ്യ പരിശോധന കഴിഞ്ഞ് മടങ്ങവേ അനിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ ഇവരെ ദില്ലിയിലെ ദീൻദയാൽ ഉപാധ്യായ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 1 മാസത്തിനിടെ ഇത് 2ാം തവണയാണ് തിഹാർ ജയിലിലെ തടവുകാർ തമ്മിൽ ഏറ്റുമുട്ടി കൊല്ലപ്പെടുന്നത്. ഈശ്വർ 2007-ലും അനിൽ ചൌധരി 2012-ലുമാണ് തിഹാറിലെ ജയിലിൽ പ്രവേശിക്കപ്പെട്ടത്. ഇതിനു മുൻപും ഇരുവരും തമ്മിൽ ജയിലിനുള്ളിൽ ഏറ്റുമുട്ടിയിരുന്നു. ജയിൽ അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. പനിക്ക് കുത്തിവയ്പ്പെടുത്ത 7 വയസ്സുകാരന്റെ കാൽ തളർന്ന സംഭവം ഡോക്ടറുടെ ചികിത്സാ പിഴവാണെന്ന് കാട്ടി ഡോക്ടർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ രംഗത്തെത്തി. കൊല്ലം കടയ്ക്കൽ സ്വദേശി സുരേഷ് കുമാറിന്റെയും രശ്മിയുടെയും മകൻ സൂര്യയ്ക്കാണ് സർക്കാർ ആശുപത്രിയിൽ പനിക്ക് കുത്തിവയ്പ്പെടുക്കുന്നതിനെ തുടർന്ന് ഇടതുകാൽ തളർന്നത്. കഴിഞ്ഞ ജൂൺ 7-നാണ് സുരേഷ് കുമാർ രശ്മി ദമ്പതികളുടെ മകൻ 7 വയസ്സുള്ള സൂര്യയെ പനി ബാധിച്ചതിനെ തുടർന്ന് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് പരിശോധന നടത്തിയ ഡ്യൂട്ടി ഡോക്ടർ കുത്തിവയ്പ്പിനായി എഴുതി നൽകിയെന്നും ശേഷം സൂര്യയ്ക്ക് കുത്തിവയ്പ് എടുത്തുവെന്നും രക്ഷിതാക്കൾ പറയുന്നു. ആശുപത്രിയിൽ നിന്ന് മടങ്ങിയ സൂര്യയുടെ ഇടതുകാലിന് പിറ്റേ ദിവസം നീരുണ്ടായതായും പിന്നീട് ഇതേ ആശുപത്രിയിൽ തന്നെ എത്തിക്കുകയും ചെയ്തു. മറ്റൊരു ഡോക്ടർ പരിശോധന നടത്തി മടക്കി അയച്ചു. സൂര്യയുടെ മാതാവ് രശ്മി: ജൂൺ മാസം 7-ാം തീയതിയാണ് ഞാൻ മോനെ ഹോസ്പിറ്റലിൽ പനിയായിട്ട് കൊണ്ടുവന്നത്. അന്ന് ഡ്യൂട്ടി ഡോക്ടറായ സുലൈമാൻ കനിയായിരുന്നു ട്രീറ്റ്മെന്റ് അതിനുശേഷമാണ് കുഞ്ഞിന് ഈ ഒരു അവസ്ഥ. SIT പോയേ പറ്റുള്ളൂ എന്ന് എൻ്റെ നിർബന്ധ പ്രകാരമാണ് അവർ SITയിലേക്ക് കൊണ്ട് തന്നത്. പോയിട്ടും കുഴപ്പമൊന്നുമില്ല, അത് അങ്ങനെയല്ല, മരുന്ന് ഇഞ്ചക്ഷൻ വെച്ചതിന് ശേഷമാണ് എന്ന് പറഞ്ഞിട്ടും അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു ഇതും നമുക്ക് കിട്ടിയില്ല. പിന്നീട് കുട്ടിയെ SIT ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും യാതൊരു മാറ്റവും ഉണ്ടായില്ല. താലൂക്ക് ആശുപത്രിയിൽ കുട്ടിക്കെടുത്ത പാരസെറ്റമോൾ ഇഞ്ചക്ഷന്റെ ഡോസ് കൂടിയതാണ് പ്രശ്നത്തിന് കാരണം. ഇത് ഡോക്ടറുടെ പിഴവാണെന്നും അതിനാൽ സംഭവത്തിൽ അന്വേഷണം നടത്തി ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നു. ഈ ആവശ്യം ഉന്നയിച്ച ആശുപത്രി സൂപ്രണ്ടിനും മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി എന്നിവർക്കും ഇവർ പരാതി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂര്യ വിദഗ്ധ ചികിത്സ നടത്തുകയാണ്. അതേസമയം കുട്ടിയുടെ രക്ഷിതാക്കളുടെ ആരോപണം ഡോക്ടർമാർ നിഷേധിക്കുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജല അതോറിറ്റിയിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ച് അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം. PSCക്ക് നീക്കിവെച്ച 31 ഒഴിവുകളിലേക്കും ജല അതോറിറ്റി സ്വന്തം നിലയ്ക്ക് നിയമനം ആരംഭിച്ചു. PSC വിജ്ഞാപനം കാത്തിരിക്കുന്ന നിരവധി എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ഇരുട്ടടിയായി. ജല അതോറിറ്റിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലെ 44 ഒഴിവുകൾ താൽക്കാലിക സ്ഥാനക്കയറ്റം വഴി നികത്താൻ സെപ്റ്റംബർ 3-നാണ് ഉത്തരവായത്. PSC വഴി നിയമനത്തിന് നീക്കിവെച്ച 31 ഒഴിവുകളും ഇതിൽ ഉൾപ്പെടുന്നു. നിലവിൽ ഈ തസ്തികകളിലേക്ക് മാനദണ്ഡം ലംഘിച്ച് സ്വന്തം നിലയ്ക്ക് ജല അതോറിറ്റി നിയമനം ആരംഭിച്ചും കഴിഞ്ഞു. ജല അതോറിറ്റിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് PSC 2008 ജൂൺ 30-ന് നടത്തിയ പരീക്ഷയുടെ റാങ്ക് പട്ടിക 2012 ഡിസംബർ 29-ന് അവസാനിച്ചിരുന്നു. ഇതിനുശേഷം ഒഴിവുകൾ പരിഗണിച്ച് 2012 ഡിസംബർ 31-ന് PSC വിജ്ഞാപനം പുറപ്പെടുവിച്ചെങ്കിലും ഇതുവരെയും പരീക്ഷ നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ജല അതോറിറ്റി സ്വന്തം നിലയ്ക്ക് സ്ഥാനക്കയറ്റവും നടത്തുന്നത്. പരീക്ഷ നടത്തുന്നതിൽ PSCയുടെ ഭാഗത്തു നിന്നുണ്ടായ കാലതാമസം കാരണമാണ് വിജ്ഞാപനം നിലനിൽക്കെ സ്വന്തം നിലയ്ക്ക് സ്ഥാനക്കയറ്റം നടത്തുന്നതെന്നാണ് ജല അതോറിറ്റിയുടെ വിശദീകരണം. എന്നാൽ 4 വർഷത്തോളമായുള്ള ഒഴിവുകളിൽ PSCയുടെ പരീക്ഷ കാത്തിരിക്കുന്ന എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് ജല അതോറിറ്റിയുടെ തീരുമാനം വലിയ ഇരുട്ടടിയായി. നിയമനങ്ങളിൽ നിന്നും PSCയെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന വൻ ലോബിയുടെ ഇടപെടലാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണം. ഷീജ, തിരുവനന്തപുരം. വെബ് സെർച്ച് എഞ്ചിനായ ഗൂഗിൾ വഴി അശ്ലീല സൈറ്റ് തിരയുന്നവരിൽ കൂടുതൽ പേർ ഇന്ത്യയിലെന്ന് റിപ്പോർട്ട്. ഗൂഗിളിന്റെ ട്രെൻഡ്സ് റിപ്പോർട്ട് പ്രകാരം അശ്ലീല വീഡിയോ തിരഞ്ഞ ആദ്യ 10 നഗരങ്ങളിൽ 6ഉം ഇന്ത്യയിലാണ്. ദില്ലിയിൽ നിന്നാണ് കൂടുതൽ ആളുകൾ ഗൂഗിൾ വഴി പോൺ സൈറ്റുകളിലേക്ക് എത്തിയത്. പൂനെ, മുംബൈ, ഹൗറ, ഉന്നാവോ, ബംഗളൂരു എന്നിവയാണ് പട്ടികയിൽ ഇടം പിടിച്ച മറ്റ് ഇന്ത്യൻ നഗരങ്ങൾ. 2008 മുതലുള്ള തെരച്ചിൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ് റിപ്പോർട്ട്. മൃഗരതിയാണ് പൂനെയിൽ നിന്ന് കൂടുതൽ പേർ തെരഞ്ഞത്. ബലാത്സംഗ ദൃശ്യങ്ങൾക്കാണ് കൊൽക്കത്ത, ഹൗറ, ദില്ലി, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ നിന്നും കൂടുതൽ സെർച്ചുകൾ ഉണ്ടായത്. കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ തെരച്ചിലുണ്ടായത് ഉത്തർപ്രദേശിലെ ചെറിയൊരു പട്ടണമായ ഉന്നാവോയിൽ നിന്നാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു.
റിപ്പോർട്ടിലെ കണക്കുകൾ ശരിയാണെങ്കിലും പല രാജ്യങ്ങളിലും ഗൂഗിൾ പ്രവർത്തന സജ്ജമല്ലാത്തതിനാൽ അപൂർണമാണെന്ന വിലയിരുത്തലുമുണ്ട്. ചൈന, റഷ്യ, ഉത്തര കൊറിയ എന്നിവിടങ്ങളിൽ ഗൂഗിൾ ലഭ്യമല്ല. അമേരിക്കയിലും യുകെയിലും ഗൂഗിൾ ഇതര സെർച്ച് എഞ്ചിനുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് സാക്ഷരതാ കുറവാണ് ഗൂഗിൾ വഴി പോൺ സൈറ്റിലേക്ക് എത്തുന്നതിന് ഇന്ത്യക്കാരെ പ്രേരിപ്പിക്കുന്നതെന്നും സൈബർ വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരെ വലിയ തോതിൽ കുറ്റം പറയേണ്ടെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ന്യൂസ് ഡെസ്ക്. സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസ് വധക്കേസിൽ ജാമ്യം തേടി പ്രതി നിസാം സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. നിസാമിന്റെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. നിസാമിന് വേണ്ടി മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ ഹരീഷ് സാൽവെയാണ് ഹാജരാകുന്നത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി കപിൽ സിബലും ഹാജരായേക്കും. ജസ്റ്റിസ് ദീപക് മിശ്രയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. നേരത്തെ നിസാമിന്റെ ജാമ്യാപേക്ഷ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി തള്ളിയിരുന്നു. കഴിഞ്ഞ ജനുവരി 29 പുലർച്ചെയാണ് തൃശൂർ ശോഭ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിനെ നിസാം ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത്. പെരിഞ്ഞനം ഇരട്ട കൊലപാതക കേസിൽ റിപ്പർ ജയാനന്ദനെ വെറുതെ വിട്ട ഹൈക്കോടതി നടപടി സുപ്രീം കോടതി ശരിവച്ചു. ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. വൈകാരികതയല്ല, തെളിവുകളാണ് കേസുകളിൽ അടിസ്ഥാനമെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. സിറിയയിൽ റഷ്യ ആക്രമണം ശക്തമാക്കി. നിലവിലെ വ്യോമാക്രമണത്തിന് പിന്നാലെ കടലിൽ നിന്ന് മിസൈൽ ആക്രമണത്തിന് കൂടി തുടക്കം കുറിച്ചുകൊണ്ടാണ് റഷ്യ ആക്രമണം കടുപ്പിക്കുന്നത്. സിറിയയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി റഷ്യ നടത്തുന്ന ആക്രമണത്തിലാണ് ചൈനയും പങ്കാളിയാകാൻ ഒരുങ്ങുന്നത്. ഏതാനും ദിവസങ്ങളായി പാൽമിറ അടക്കമുള്ള IS ശക്തി കേന്ദ്രങ്ങളിൽ രൂക്ഷമായ വ്യോമാക്രമണമാണ് റഷ്യ നടത്തിയത്. റഷ്യൻ ആക്രമണം ISന് കനത്ത നാശമുണ്ടാക്കുകയും ചെയ്തു. സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ സൈന്യത്തെ പിന്തുണയ്ക്കാൻ നേരത്തെ തന്നെ റഷ്യ സിറിയയിൽ സൈനികരെ എത്തിച്ചിരുന്നു. എന്നാൽ IS താവളങ്ങളിലല്ല, മറിച്ച് അസദിനെ നേരിടുന്ന വിമതസേനയുടെ കേന്ദ്രങ്ങളാണ് റഷ്യ ആക്രമണം നടത്തുന്നത് ആരോപിച്ച് അമേരിക്കയും മറ്റ് പാശ്ചാത്യ ശക്തികളും രംഗത്തെത്തിയിരുന്നു. എന്നാൽ അതിനിടയിലാണ് ആക്രമണത്തിന് മൂർച്ച കൂട്ടി റഷ്യ കഴിഞ്ഞ ദിവസം മുതൽ കടൽ യുദ്ധത്തിനും തുടക്കമിട്ടത്. കാസ്പിയൻ കടലിൽ നങ്കൂരമിട്ട 4 യുദ്ധക്കപ്പലുകളിൽ നിന്ന് 26 ക്രൂയിസ് മിസൈലുകൾ റഷ്യ IS കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി തൊടുത്തിരുന്നു. ശീതസമരകാലത്തിന് ശേഷം ആദ്യമായാണ് റഷ്യൻ സൈന്യം ഒരു വിദേശ രാജ്യത്ത് സൈനിക ഇടപെടൽ നടത്തുന്നത്. എന്തായാലും റഷ്യയ്ക്ക് പിന്തുണയുമായി ചൈന കൂടി സിറിയൻ യുദ്ധമുഖത്തെത്തുന്നതോടെ ലോകത്തിലെ മുഴുവൻ ശ്രദ്ധയും സിറിയയിലേക്ക് തിരിയുകയാണ്. അമേരിക്കയും സഖ്യസേനയും ഇനി സ്വീകരിക്കുന്ന നിലപാടുകൾ നിർണായകമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്റർനാഷണൽ ഡെസ്ക്. ബീഫ് ഫെസ്റ്റിനെ ചൊല്ലി ജമ്മു കാശ്മീർ നിയമസഭയിലുണ്ടായ കയ്യാങ്കളി കാഴ്ചകളുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാകുന്നു. നമസ്കാരം. ദിവസങ്ങളായി ബീഫ് നിരോധനത്തിന്റെ പേരിൽ ജമ്മു കാശ്മീർ നിയമസഭയിൽ തുടരുന്ന തർക്കങ്ങളാണ് കയ്യാങ്കളിയിലേക്ക് നീങ്ങിയത്. ഗോവധ നിരോധനം കർശനമായി നടപ്പാക്കണമെന്ന ജമ്മു കാശ്മീർ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് വിഷയം സംസ്ഥാനത്ത് സജീവ ചർച്ചയായത്. ഇതിനിടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റം അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കി MLA ഹോസ്റ്റലിൽ ബീഫ് പാർട്ടി നടത്തിയ സ്വതന്ത്ര MLA റഷീദ് എഞ്ചിനീയറുടെ നടപടിയാണ് BJPയെ പ്രകോപിപ്പിച്ചത്. സഭയിലെത്തിയ റഷീദ് എഞ്ചിനീയറെ BJP MLA രവീന്ദ്ര റൈനയുടെ നേതൃത്വത്തിൽ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് അംഗങ്ങൾ BJPക്കെതിരെ തിരിഞ്ഞതോടെ സഭയിൽ ഏറെ നേരം സംഘർഷാവസ്ഥ തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങൾ സഭ ബഹിഷ്കരിച്ചു. MLAയെ കയ്യേറ്റം ചെയ്ത നടപടിയെ മുഖ്യമന്ത്രി മുഫ്തി മുഹമ്മദ് സയ്യിദ് അപലപിച്ചു. എന്നാൽ മതവികാരം വ്രണപ്പെടുത്താനാണ് റഷീദ് എഞ്ചിനീയർ ബീഫ് പാർട്ടി നടത്തിയതെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നും ഉപമുഖ്യമന്ത്രിയും BJP നേതാവുമായ നിർമ്മൽ സിംഗ് പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി.